ലോഡ് ചെയ്തിരിക്കുന്നത് ആരാണെന്നുള്ള ഡീറ്റെയിൽസ് പോലും ഇല്ല. അപ്പോ ഇത് ആരും അറിയാതെ ചെയ്യുന്നതാണെന്നുള്ളത് ഉറപ്പാ. അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള കാര്യം ചേട്ടന്റെ മനസ്സിൽ പോലും ഉണ്ടാവില്ല. സ്വന്തം മകനോട് തന്നെ ഇത് കാണിക്കുന്നു. നോ, ഇത് വെറുതെ വിടാൻ പാടില്ല. ഇത് ചേട്ടനെ അറിയിച്ചേ പറ്റൂ. എന്നെ നശിപ്പിക്കാനുള്ള തീരുമാനമെടുത്ത് മുന്നിട്ടിറങ്ങിയിരിക്കല്ലേ? അത് നീ വിചാരിക്കുന്ന അത്ര എളുപ്പമായിരിക്കില്ലേ? നീ ഇതിനെക്കുറിച്ച് ഇത്ര ഡീപ്പായിട്ട് എൻക്വയറി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലേ. നിന്നെ ഇനിയും ഞാൻ വെറുതെ വിടുകയാണെങ്കിൽ എന്റെ ഭാവിക്ക് അത് നല്ലതായിരിക്കില്ല എന്ന് എനിക്കറിയാം. ഇനി നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും. ഞാനായിട്ട് നിന്നെ ഇവിടെ ഇറക്കി വിടില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്ന പോലെ വേദാന്ത് നിന്നെ ഇവിടെ ഇറക്കി വിടും. അവനെ എന്റെ ബാങ്കായിട്ട് മാത്രമല്ല, എന്റെ ആയുധവുമായിട്ട് കൂടിയാ കാണുന്നേ. ഇത്രയും നാള് അവനെ എന്റെ കൂടെ നിർത്തി വളർത്തിയത് എന്റെ ജീവിതത്തിനും എന്റെ ആവശ്യങ്ങൾക്കും വേണ്ടിയാ. എനിക്കെതിരെ തിരിയാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അവനെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുന്നത്. ഇത്രയും വർഷത്തെ എന്റെ എഫേർട്ടാണ് വേദാന്ത മേനോൻ. ആദ്യം ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. ചേട്ടാ, പറയ് ധ്രുവ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ പറ. അതെങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഇങ്ങനെ നടക്കും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. നീ എന്തിനെ പറ്റിയാടാ സംസാരിക്കുന്നത്? വേദാന്ത്, നിന്റെ നന്മയ്ക്ക് വേണ്ടി, നിന്റെ ആയുസ്സിന് വേണ്ടി ഞാനൊരു വ്രതം നോക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പൂജ ഇപ്പൊ കഴിഞ്ഞു. ദാ ഈ പ്രസാദം കഴിക്കേ. എല്ലാം നന്നായി നടക്കട്ടെ. താങ്ക് യു. ധ്രുവ, നീയും കഴിക്കേ. ഇനി എത്ര നാൾ എല്ലാവരുടെ മുൻപിൽ ഇങ്ങനെ നാടകം കളിക്കും? ധ്രുവ, ഞാൻ പറയാൻ വന്നത് ഈ കാര്യത്തെക്കുറിച്ചാണ് ചേട്ടൻ. ഇവർ ശരിക്കും ചേട്ടൻ വിചാരിക്കുന്ന ആളല്ല. സത്യങ്ങൾ മനസ്സിലാക്കിയ ചേട്ടനും ഇതേ പറയൂ. മിണ്ടിപ്പോരുത്. ആരെ പറ്റിയ സംസാരിക്കുന്നുള്ള ബോധമുണ്ടോ നിനക്ക്? എന്താണ് നിനക്ക് പറ്റിയ ഇഡിയറ്റ്? ചേട്ടാ, ഇവര് നമ്മളെ പൊട്ടന്മാരാക്കാണ്. നമ്മളൊന്നും അറിയാതിരിക്കാൻ നമ്മുടെ മുമ്പിൽ കിടന്ന് അഭിനയിക്കുകയാണ് ഇവര്. ഇത്രയും മോശക്കാരിയായ മറ്റൊരു സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അമ്മയെ പറ്റിയാണോ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വിഷം നിറച്ച ഈ മനസ്സുകൊണ്ട് നീ ഞങ്ങളെ കൂടെ നിൽക്കണ്ട. ഇനി നീ എന്റെ അനിയനുമല്ല. ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങി പോണം. Get the hell out. വേദാന്ത്, കാം ഡൗൺ. അവൻ ഇങ്ങനെ വിവരമില്ലാതെ എന്തെങ്കിലും പറഞ്ഞോന്ന് വെച്ച് നീ എന്താ ഇങ്ങനെ? അമ്മ പ്ലീസ്. അമ്മ ഇനി ഒന്നും പറയണ്ട. വിവരമില്ലാതെ പറയേണ്ടത് അമ്മയെ പറ്റിയല്ല. ചേട്ടാ, ലിസൺ ടു മീ. ഇനി എന്റെ കൺമുന്നിൽ വന്ന് പോവരുത്. ഇനിയും അമ്മയെ പറ്റി എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടിയാ നിന്നെ ഞാൻ കൊന്നുകളയും. ഇത്രയും കാലം എന്റെ അനിയനായിരുന്നത് കൊണ്ട് മാത്രം ഞാൻ നിന്നെ വെറുതെ വിടുന്നത്. ഇനിയും അമ്മയെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. Bloody rascal. ചേട്ടാ, ചേട്ടാ എന്താ ചെയ്യുന്നേ? ചേട്ടാ, എന്താ പറ്റുന്നത് പറയേട്ടാ. നീ എന്താ വേദാന്ത ചെയ്യുന്നേ? ഇവൻ എന്ത് ചെയ്തിട്ടാ? അവനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട.
ഇവന്റെ തനി നിറം ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. എന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലും ഇത് തന്നെയായിരിക്കും ചെയ്യുക. ഇന്നു മുതൽ ഇവൻ ഈ വീട്ടിലെ സ്ഥാനമില്ല. എത്ര കാശ് വേണമെങ്കിലും നീ എടുത്തോടാ. വിക്രാന്ത്, ടേബിളിൽ ഒരു ബ്ലാങ്ക് ചെക്ക് ഞാൻ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിവന്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്ക്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ പറയും. ഇനി ഇവനോട് ആരെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചാലോ, ഇവനെ കാണാൻ ശ്രമിച്ചാലോ, അവരും ഈ വീട്ടിന് പുറത്തായിരിക്കും. ചേട്ടാ, അവൻ നമ്മുടെ അനിയനാണ്. എന്തെങ്കിലുമൊക്കെ. ഇനി എനിക്ക് ഒരേ ഒരു അനിയനേ ഉള്ളൂ. അത് നീയാണ്. ഉണ്ടായിരുന്ന മറ്റേ അനിയൻ മരിച്ചു എന്ന് വെക്കുക. മരിച്ചുപോയവരോട് സംസാരിക്കാൻ ശ്രമിച്ച നിങ്ങളും മരിച്ചുപോയെന്ന് ഞാൻ വിചാരിക്കും. അവനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ അവൻ എങ്ങോട്ട് പോവും? അവന്റെ ഭാവി എന്താവും ആലോചിക്കണ്ടേ? ഇവൻ ചെയ്ത തെറ്റിന് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ മാത്രം പോരാ. ഇനി ഒരു മകനും അമ്മയോട് ഇങ്ങനെ സംസാരിക്കരുത്. ഇവനോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയും. അയ്യോ, ഐ ഡോണ്ട് കെയർ. വേണ്ട മോനെ. ചേട്ടാ, അയ്യോ, എന്തൊക്കെയത്? ധ്രുവ, അവരുടെ ശരിക്കുള്ള സ്വഭാവം ചേട്ടന് മനസ്സിലായിട്ടില്ല. ആ കാര്യത്തില് അവർക്ക് നല്ല ഭാഗ്യമുണ്ട്. അവസാനം എല്ലാം എന്റെ തലയിലേക്കിട്ട് അവർ രക്ഷപ്പെട്ടു. ചേട്ടന് മുമ്പിൽ ഞാനൊരു വില്ലനായി. ആരെന്തു പറഞ്ഞാലും ചേട്ടൻ മാത്രം അവരെക്കുറിച്ച് മനസ്സിലാക്കുന്നേയില്ല, അതിന് ശ്രമിക്കുന്നില്ല. ചേട്ടൻ എല്ലാ കാര്യങ്ങളും അറിയണം. സുഹാസിനി എത്ര വലിയ നീചയാണെന്ന് ചേട്ടൻ മനസ്സിലാക്കണം. പക്ഷെ അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല വിക്കി. കാരണം സുഹാസിനി പല കള്ളങ്ങളും കാണിച്ച് ചേട്ടനെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുക. അവരെക്കാൾ നല്ലൊരു സ്ത്രീ ഈ ലോകത്ത് വേറെ ഇല്ല എന്ന് ചേട്ടനെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. ചേട്ടൻ ശരിക്കും ഒരു പാവം. പക്ഷെ ആ സുഹാസിനി ചേട്ടന്റെ ആ നിഷ്കളങ്കതയാണ് മിസ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ചേട്ടൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിയണ്ടേ. എന്നായാലും ചേട്ടനത് മനസ്സിലാക്കണ്ടേ. നീ പറയുന്നതെല്ലാം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ധ്രുവ. ഞാൻ അറിഞ്ഞതെല്ലാം ചേട്ടനെ അറിയിക്കാൻ വേണ്ടിയാ ഞാനും ഇറങ്ങി തിരിച്ചത്. പക്ഷെ എനിക്കതിന് സാധിച്ചില്ല. എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചു. പക്ഷേ ചേട്ടൻ ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും ചേട്ടനോട് എങ്ങനെയെങ്കിലും പറയണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചേട്ടൻ എന്നെയും നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ പോലെ പുറത്താക്കുമെന്ന് എന്നെ പേടിപ്പോ. അതായത് ആ വീട്ടിൽ എനിക്ക് സ്ഥാനം ഉണ്ടാവില്ല. അങ്ങനെ വന്നാൽ ചേട്ടൻ വീണ്ടും ആ സുഹാസിനിയുടെ വരുതിയിലാകും. ആ സുഹാസിനി ഇതുപോലെ നമ്മുടെ ചേട്ടനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും ഇതെല്ലാം അറിഞ്ഞിട്ടും എനിക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല ധ്രുവ. അതുകൊണ്ട് മദറിന്റെ ഒന്നും അറിയാത്ത രീതിയിൽ വേണം കാര്യങ്ങളെല്ലാം ഇനി അങ്ങോട്ട് പ്ലാൻ ചെയ്യാൻ. വളരെ പതുക്കെ എല്ലാ കാര്യങ്ങളും ചേട്ടൻ അറിയിക്കണം. അതുവരെ സൈലന്റ് ആയിട്ടിരിക്കണമെന്നാണ് എന്തുകൊണ്ടും നല്ലത്. വിക്കി, വിക്കി എന്താ പറ്റിയേ? വിക്കി എന്താ പറ്റിയേ? വിക്കി, വിക്കി, വിക്കി എന്താ? നീ കേൾക്കുന്നുണ്ടോ വിക്കി? വിക്കി എന്ത് പറ്റി വിക്കി? വിക്കി, എന്താ സംഭവിച്ചേ? എന്താ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നേ? അറിയില്ല അമ്മു, ഞാൻ അവനോട് സംസാരിക്കായിരുന്നു. പെട്ടെന്ന് ഇതിൽ നിന്ന് ശബ്ദം കേട്ടു. ഡോക്ടർ, ഡോക്ടർ, വിക്കി, ഡോക്ടർ, ഡോക്ടറെ നോക്ക്.
നിങ്ങൾ പേഷ്യന്റിനോട് സംസാരിച്ചു? ഞാൻ നോർമലായിട്ട് സംസാരിച്ചതാ, പക്ഷെ അതൊന്നും അവൻ കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പേഷ്യന്റ് എല്ലാം കേട്ട് എക്സൈറ്റഡ് ആയെന്ന് തോന്നുന്നു. അഡ്മിറ്റ് ഒന്ന് കൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാ കണ്ണൻ ചേട്ടാ, ചേട്ടൻ പറഞ്ഞതൊക്കെ വിക്കി ചേട്ടൻ കേട്ടു എന്നാണോ? ചേട്ടൻ എന്താ പറഞ്ഞേ? ഒന്നുമില്ല അമ്മു, നീ വേഗം എഴുന്നേറ്റ് പഴയതുപോലെ കളിച്ച് ചിരിച്ച് നടക്കണമെന്നാ പറഞ്ഞേ. അതെ, ചേട്ടൻ അത് കേട്ടപ്പോ സന്തോഷമായി. അതായത് വിക്കി ചേട്ടൻ പറയുന്നതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന അർത്ഥം. ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ടാണോ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അറിയാവുന്നത് കൊണ്ടാ തടഞ്ഞത്. അങ്ങനെ വെറുതെ ആരെ അകത്തേക്ക് കടത്തിവിടാൻ പറ്റില്ല. നോക്ക്, ആ ICUവിൽ കിടക്കുന്നത് എന്റെ മകനാ. എന്റെ മകനെ കാണാൻ ഞാൻ നിങ്ങളുടെ പെർമിഷൻ വാങ്ങണോ? നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്നോട് സംസാരിക്കാൻ. എന്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്യുന്നത് മാഡം. പെർമിഷൻ ഇല്ലാതെ ആരെ അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. ഹലോ, എക്സ്ക്യൂസ് മീ, ഞാൻ സുഹാസിനി മേനോനാണ്. വേദാന്ത് മേനോന്റെയും വിക്രാന്ത് മേനോന്റെയും അമ്മയാണ് ഞാൻ. എനിക്ക് ആരുടെയും പെർമിഷന്റെ ആവശ്യമില്ല, അത് മനസ്സിലാക്ക്. പക്ഷെ ഞങ്ങൾക്ക് വേദാന്തിന്റെ പെർമിഷൻ വേണം. അങ്ങനെ അമ്മയാണെന്ന് പറഞ്ഞ് അകത്തേക്ക് കടത്തിവിടാൻ പറ്റില്ല. അതിന് തെളിവ് വേണം. നിങ്ങളുടെ ID കയ്യിലുണ്ടോ? എന്താ ഐഡിയോ? ഞങ്ങൾ പ്രൊട്ടക്ഷൻ വന്നവരാ. ഐഡിയും പെർമിഷൻ ഇല്ലാതെ ആരെ അകത്തേക്ക് കടത്തിവിടാൻ പറ്റില്ല. ചേട്ടാ, ഒന്ന് അത്യാവശ്യമായിട്ട് ICUലേക്ക് വന്നേ. നോക്ക്, ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് വാർണിംഗ് തരുന്നത്. വേദാന്ത് വന്നു കഴിഞ്ഞ് നിങ്ങളുടെ ഡ്യൂട്ടിയൊക്കെ ഇന്നത്തോടെ കഴിയും. വെറുതെ നിങ്ങളുടെ ജോലി കളയണ്ട. ഇതല്ല, ഇതിന്റെ അപ്പുറം പറഞ്ഞാലും കടത്തിവിടില്ല. ഈ പറയുന്നൊക്കെ കേട്ട് പേടിക്കുന്നവരല്ല ഞങ്ങൾ. പെർമിഷൻ ഇല്ലാതെ കയറ്റിവിടില്ല. മോളെ, വേദാന്ത്, എന്താ ഇതൊക്കെ? എന്തിനാ ഇവരെയൊക്കെ ഇവിടെ നിർത്തിയേക്കുന്നേ? ഇവരാണെങ്കിൽ ഞങ്ങളെ ആരെയും അകത്തേക്ക് കയറാൻ അനുവദിക്കുന്നുമില്ല. എന്റെ മോനെ കാണണമെങ്കിൽ ഞാൻ ഇവരുടെ പെർമിഷൻ വാങ്ങണോ? ഞാൻ വിക്കിയുടെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് ഇവർ കേൾക്കുന്നില്ല. നോക്ക്, ആദ്യം ഇവരെയൊക്കെ ഡിസ്മിസ് ചെയ്യണം. അമ്മ, ഐ എം സോറി. ഇവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തത് ഞാനാണ്. എനിക്ക് പോലും കയറാനുള്ള പെർമിഷൻ ഇല്ലേ? ഇല്ലമ്മേ, ഇവർക്ക് അമ്മയാരാന്ന് അറിയില്ലല്ലോ. ഇതൊന്നും അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല വേദാന്ത്. ഇവരെന്നെ ഇവിടെ വെച്ച് അപമാനിച്ചു. ആദ്യം ഇവരെ ഇവിടെ നിന്ന് ഡിസ്മിസ് ചെയ്യേ. സുഹാസിനി, അവർക്ക് നീ ആരാണെന്നുള്ള കാര്യം അറിയില്ലല്ലോ. മുഖം നോക്കി ആളെ മനസ്സിലാക്കാൻ നീ അത്ര വലിയ സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ. കാരണമില്ലാതെ വേദാന്തൊന്നും ചെയ്യില്ലെന്നറിയാലോ. വെറുതെ എല്ലായിടത്തും കയറി ഇഷ്യൂസ് ഉണ്ടാക്കണ്ട. വാട്ട്? ഞാൻ ഇഷ്യൂസ് അമ്മേ, ഇവരുടെ ആവശ്യം ഇപ്പൊ ഇവിടെയുണ്ട്. അതുകൊണ്ടാ ഞാൻ അവരെ അപ്പോയിന്റ് ചെയ്തത്. നോക്ക്, ഇതെന്റെ അമ്മയാണ്, ഇത് അച്ഛൻ, ഇത് സിസ്റ്റർ, അത് അളിയൻ. ഇവർക്ക് പെർമിഷൻ കൊടുക്കാം. ഓക്കെ സർ. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തൊക്കെയാ തെറ്റ് ചെയ്ത പോലാണല്ലോ ഇവരെന്നോട് പെരുമാറുന്നത്. അമ്മേ, ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ വെച്ചിരിക്കാം, ഒന്ന് നോക്കണേ. മോളെ, നമ്മുടെ വിക്കി. ആരാ നിങ്ങള്? വിക്കി, എന്താ മോനെ ഇത്? ആരാ നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തേ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മോനെ, രാത്രി സമയം ഇറങ്ങി പോവാൻ ഞാൻ അനുവദിക്കരുതായിരുന്നു. വേഗം വരാന്നും പറഞ്ഞിട്ട് പോയത് ഇങ്ങനെ കിടക്കാൻ വേണ്ടി ആയിരുന്നല്ലോ മോനെ. വിക്കി, എന്തെങ്കിലും ഒന്ന് സംസാരിക്കും മോനെ, പ്ലീസ്. ഈ അമ്മയോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്ക. നിന്റെ മദറിന്റെ ഈ മുന്നിൽ നിൽക്കുന്നേ, എന്നോടൊന്ന് സംസാരിക്കും, ഒന്ന് പറ മോനെ. എന്റെ മകന് പകരം ഞാനുണ്ടായിരുന്നല്ലോ ദൈവമേ, എന്നെ നിനക്ക് വിളിക്കായിരുന്നില്ലേ ഈശ്വര?
ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാണ് ഞാൻ എല്ലാം മറച്ചു വെച്ചത്. നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാൻ മാത്രമാണ്. ആ ബ്ലാക്ക് മെയിലർ ഫോൺ ചെയ്തപ്പോൾ എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല? അതിനെപ്പറ്റി ഒരു ക്ലൂ പോലും നീ എനിക്ക് തന്നില്ല. എനിക്കറിയാം ഇതെല്ലാം ചെയ്തത് അയാൾ തന്നെയായിരിക്കും. ഞാൻ കിടക്കേണ്ട സ്ഥാനത്താ നീ ഇപ്പൊ കിടക്കുന്നത്. സോറി വിക്കി. കണ്ണേ പൊന്നേന്നും പറഞ്ഞ് വളർത്തിയതാ നിന്നെ. നീ എപ്പോഴും ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു. കുട്ടിക്കാലം മുതലേ നീ മറ്റുള്ളവരോട് ഒത്തിരി സംസാരിക്കുമായിരുന്നു. മറ്റുള്ള കുട്ടികളെ പോലെ അല്ലായിരുന്നു നീ. എവിടെയും നീ അടങ്ങിയിരിക്കുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ മോനെ. പക്ഷെ നീ ഇങ്ങനെ കിടക്കുമ്പോ എനിക്കതൊന്നും കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ല മോനെ. എന്നാലും നിനക്ക് ഇങ്ങനൊരവസ്ഥ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലെ ചിന്തിച്ചിട്ടില്ലല്ലോ മോനെ. അമ്മയൊന്ന് സമാധാനായിട്ടിരിക്കേ. പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്. വേദാന്ത്, നീ ഡോക്ടറോട് സംസാരിച്ചായിരുന്നു മോനെ? ഇതൊക്കെ എപ്പോ ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞത്? നോക്ക്, അവർക്ക് മറ്റെന്തെങ്കിലും ഫെസിലിറ്റീസ് വേണമെങ്കിൽ പറയാൻ പറ. അതും അല്ലെങ്കിൽ നമുക്ക് വേറെ നല്ല ഹോസ്പിറ്റലിലേക്ക് വിൽക്കേ. അമ്മേ, അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ ട്രീറ്റ്മെന്റ് ഒന്നിൽ തന്നെ തുടങ്ങണം. അപ്പൊ വീണ്ടും സമയം വേസ്റ്റ് ആവില്ലേ? അതുകൊണ്ട് ഇവിടെ തന്നെ മതി. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എപ്പോഴാ ശരിയാവുന്നത്? ഡോക്ടർ നിന്നോട് എന്താ പറഞ്ഞത്? അവന് ബോധം വന്നു കഴിഞ്ഞ വേഗം ഭേദായിക്കോളുന്ന. പക്ഷെ അതുവരയ്ക്കും നമ്മൾ കാത്തിരിക്കണം. വി ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻ. ഡോക്ടേഴ്സിന് പോലും യാതൊരു ഉറപ്പുമില്ലെങ്കിൽ പിന്നെ എന്റെ വിക്കിയുടെ കാര്യം എന്താവും? നിങ്ങളാരും ഫുഡ് കഴിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പറയൂ പ്രഭാകര. അല്ല, ഇത് ഏതാ രണ്ട് ഗുണ്ടകള്? അല്ല, ഗാർഡുകള്. ഞാൻ വിക്കിയുടെ മാമനാന്ന് പറഞ്ഞിട്ട് ഇവര് വിശ്വസിക്കുന്നില്ല. ചേച്ചി ഒന്ന് പറയേ. നിക്ക് ഒരു മിനിറ്റ്. ആയിക്കോട്ടെ. വേദാന്ത്, നിന്റെ അമ്മാവനെ അവര് കയറ്റി വിടുന്നില്ല എന്ന് ഒന്ന് പോയി പറയ്. പറഞ്ഞോളൂ സാർ. അവിടെ നിൽക്കുന്ന എന്റെ അമ്മാവനാ. അവരെ കയറ്റിവിട്. ശരി സാർ, അകത്തേക്ക് പൊക്കോളൂ. എന്റെ മോനെ, പൊന്നുമോനെ വിക്കി, മാമന്റെ പൊന്നുമോനെ, എന്തൊരു കിടപ്പാടാ നീ കിടക്കുന്നത്. നിന്റെ അമ്മാവൻ വന്ന് കണ്ടില്ലടാ. എഴുന്നേക്കടാ. ഇത് ഹോസ്പിറ്റലാ, അത് ഓർമ്മ വേണം. നിങ്ങൾ എന്തിനാ അവനെ വെറുപ്പിക്കുന്നേ? അല്ല വേദാന്ത്, ഇത്രയൊക്കെ സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ടോ? ഹോസ്പിറ്റലിൽ തന്നെ സെക്യൂരിറ്റി ഉണ്ടല്ലോ. അത് മാത്രം പോരാ അമ്മേ. ഫോർ സം റീസൺ വിക്രാന്തിന്റേത് വെറും ആക്സിഡന്റ് അല്ല, കൊലപാതക ശ്രമമാണ്. നീ എന്തൊക്കെയാ പറയുന്നേ? എന്റെ കയ്യിൽ തെളിവുകളുണ്ടമ്മേ. അതൊക്കെ ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇനി ഞാൻ പറഞ്ഞതുപോലെ വിക്കിയുടേത് കൊലപാതക ശ്രമമാണെങ്കിൽ അവരിനിയും ഹോസ്പിറ്റലിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാ പ്രൈവറ്റ് സെക്യൂരിറ്റി ഏജൻസിനെ വിളിച്ച് എക്സ്ട്രാ സെക്യൂരിറ്റി അറേഞ്ച് ചെയ്തത്. നീ എന്തൊക്കെ ഈ പറയുന്നേ? നിനക്കായിരുന്നെങ്കിൽ ബിസിനസ് ശത്രുക്കൾ ഉണ്ടെന്നെങ്കിലും പറയാമായിരുന്നു. പക്ഷേ നമ്മുടെ വിക്കിക്ക് ആരാ എത്ര വലിയ ശത്രുക്കള്? എനിക്കും അത് തന്നെയാ സംശയം. ഇങ്ങനെ ചെയ്യാനുള്ള ശത്രുക്കൾ അവൻ ആരാ ഉള്ളത്? എനിക്കെന്തോ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല വേദാന്ത്.
നിനക്കെന്താ ശരിക്കും ഫീൽ ചെയ്യുന്നേ? എന്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നിയതമ്മേ. ആരാ ചെയ്തെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും അവര് രക്ഷപ്പെടില്ല. കമോൺ വേദാന്ത്, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടണ്ട. വെറുതെ റോങ് ഡയറക്ഷനിൽ ചിന്തിക്കുന്ന ആളെന്നാണ് എനിക്ക് തോന്നിയത്. അറിയില്ല അമ്മേ, ബട്ട് ഇവന്റെ കാര്യത്തിൽ ഇനി ഞാൻ റിസ്ക് എടുക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നത് തന്നെയാ നല്ലത്. ഇനി എന്റെ ഊഹം ശരി തന്നെയാണെങ്കിൽ അവരിനി ആരാണെങ്കിലും ഞാൻ വെറുതെ വിടില്ല. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അനിയനെ ഈ അവസ്ഥയിലാക്കി എന്റെ മുന്നിൽ കിടത്തിയത് ആരാണെങ്കിലും ശരി, അവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല.